രാഘവേട്ടാ, രാഘവേട്ടാ, ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. പൊന്നി, പൊന്നി. എന്താ സത്യമേ? രാഘവേട്ടൻ കണ്ടായിരുന്നോ? മുറിയിലൊന്നും കാണുന്നില്ല. കുറച്ചു മുന്നേ വാതൊക്കെ ഇരിക്കുന്ന ഞാൻ കണ്ടതാണല്ലോ. വാതുക്കലോ? ആ പിള്ളേ പുറത്തെങ്ങനെ രാഘവേട്ടനെ കണ്ടായിരുന്നോ? ഇല്ലല്ലോ, അത് പടിപ്പുരം തുറന്നു കിടക്കാണല്ലോ. അയ്യോ, ഇതിപ്പോ എവിടെ പോയി? ഈ രാത്രിയിൽ ഇനി എവിടെ പോയി കണ്ടുപിടിക്കാനാ? നീ ആ ഫോണിങ് എടുത്തോണ്ട് വന്നേ. പിള്ളേ പുറത്തെങ്ങാനും ഉണ്ടോന്നൊന്ന് പോയി നോക്കി. രാഘവ് സാറേ, രാഘവ് സാറേ. സത്യമേ, രാഘവ് സാറേ, രാഘവ് സാറേ. നീ ആ മുകളിലേക്ക് എങ്ങനെ ഒന്ന് പോയി നോക്കിയേ. രാഘവ് സാറേ, രാഘവ് സാറേ. ഈശ്വര, ഇനിയിപ്പോ ഇത് എവിടെ പോയി അന്വേഷിക്കും? എന്റെ വാക്ക് കേൾക്കാതെ വീടിനകത്ത് കാലുകുത്തിയ നാളെ നേരം എടുക്കുമ്പോ നീ ഇവിടെ കാണുന്നത് എന്റെ ശവമായിരിക്കും. സത്യമേ പറഞ്ഞോ. ആ ശിവ, രാഘവേട്ടനെ ഇവിടെ എങ്ങും കാണാനില്ല. കാണാനില്ലെന്നോ? അല്ല, ഈ സമയത്ത് ഇപ്പൊ എവിടെ പോവാനാ? അറിയില്ല ശിവ, ഞങ്ങൾ ഇവിടെ എല്ലാം നോക്കി. എവിടേക്കോ ഇറങ്ങി പോയിരിക്കുക. എവിടേക്കോ ഇറങ്ങിപ്പോയെന്നോ? മോനെ ഒന്ന് പോയി അന്വേഷിക്കേ, എന്നിട്ട് എന്നെ ഒന്ന് വിളിക്കേ. എവിടെയാണെന്ന് അറിയാത്തോണ്ട് എനിക്ക് ഒരു സമാധാനവും ഇല്ല. സത്യമ്മ പേടിക്കണ്ട, ആ പ്രദേശത്ത് എവിടെയെങ്കിലും ഒക്കെ തന്നെ കാണും. ഞാനൊന്ന് നോക്കട്ടെ. അറിയാം, എവിടെയെങ്കിലും പോയി വഴി തെറ്റി നിൽക്കുന്നുണ്ടാവും. സത്യമേ, അവിടെ എങ്ങും ഇല്ല സത്യമേ. സത്യമ്മ ധൈര്യമായിട്ടിരുന്നോ, ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവന്നോളാം അച്ഛനെ. ശരി. എന്താ എന്താ പറ്റിയേ? അല്ല, അച്ഛനെ കാണാനില്ലെന്ന്. അതെ, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ സത്യാമേ. ഈശ്വര, ഇത് എവിടെ പോയി കിടക്കുകയാണോ? എവിടെ പോയാ തിരക്കുന്നത്? അച്ഛൻ ഇനി നമ്മളെ അന്വേഷിച്ചിറങ്ങിയതായിരിക്കോ? ഞാനൊന്ന് കമലിനെ വിളിച്ചു നോക്കട്ടെ. ഹലോ. എടാ കമല, നീ ഒന്ന് എന്റെ വീടിനടുത്തുള്ള ജംഗ്ഷൻ വരെ ഒന്ന് വാ. ഞാൻ ദാ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാം. എന്താ അച്ഛൻ്റെ പ്രശ്നം? അതൊക്കെ വന്നിട്ട് പറയാം. എന്നാ അച്ഛൻ പോന്നു, ഞാൻ തപ്പറ്റി. ശരി ശരി. ശാലിന് പേടിക്കണ്ട, അച്ഛനെ കണ്ടുപിടിച്ചോണ്ട് വരാം. ഇതിപ്പോ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ.